ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വീണ്ടും ഒരു ക്ലാഷ് ഓഫ് ക്ലാൻസ് വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഇത് ഇപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ക്ലാൻ വാർ ലീഗാണ് അടുപ്പിച്ച് നമ്മൾ കളിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ വാർ തൊട്ട് നമുക്ക് ഇനി നോർമൽ ക്ലാൻ വാർ ലീഗ് ആയിരിക്കും വരുന്നത്. കഴിഞ്ഞ മാസം കുറച്ച് ഡിലേ ഒക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ അടുപ്പിച്ച് കുറേ ക്ലാൻ വാർ ലീഗ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 ക്ലാൻ വാർ ലീഗ് നമ്മൾ നല്ലപോലെ സക്സസ്ഫുള്ളി പ്രൊമോട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാൻ വാർ ലീഗ് എന്താണ് അവസ്ഥയെ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഫസ്റ്റ് ഡേ 1 ഇതാണ് അവസ്ഥ ഗൈസ്. ഭയങ്കര കോമ്പറ്റീഷൻ, ഒരു രക്ഷയില്ല. നമ്മുടെ എല്ലാ ബേസും അടിച്ച് തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട്. ഇല്ല, താഴത്തെ 2 ബേസ് അത് പക്ക റഷാണ്. അത് ഈസി ആയിട്ട് തന്നെ അവന്മാർക്ക് അടിച്ച്, എനിക്ക് പറയാൻ വാക്കുകളില്ല. അമ്മാതിരി അടിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അവന്മാരാണ് ടോപ്പ് നിൽക്കണം. അവന്മാർ 45 എടുക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ മൊത്തത്തിൽ കുറച്ച് ടാസ്ക് ആയിട്ട് നിൽക്കണം. നമ്മൾ 2 അറ്റാക്ക് ചെയ്ത് 2 അറ്റാക്ക് 6 സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. എനിക്കിനി 7 അറ്റാക്കുണ്ട്. ടോപ്പ് 7 ബേസിസിനെയാണ് ഞാൻ അടിക്കാൻ പോകുന്നത്. എത്രത്തോളം എനിക്ക് കിട്ടും, വർക്കാവും, ഒരു ഐഡിയ ഇല്ല ഗൈസ്. സത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് നല്ല പേടിയുണ്ട്. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ വാർ കളിക്കാൻ എനിക്ക് കുറച്ച് നല്ല പേടിയുണ്ട്. ജയിക്കോ ഇല്ലയോ, നോ ഐഡിയ. നമ്മൾ ഓരോ ഡിമോട്ട് ആവരുത്, അതാണ് നമ്മുടെ ഒരു ഇത്. പിന്നെ എങ്ങനെയെങ്കിലും ഒരു പ്രൊമോഷൻ കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഗൈസ്. ടോട്ടലി എനിക്ക് ഉറക്ക ക്ഷീണമൊന്നും ശരിയല്ല. ടോട്ടലി ബിസിയൊക്കെ ആയതുകൊണ്ട് ഞാൻ ടോട്ടലി ഒരു കിറിഞ്ഞ് നിൽക്കുകയാണ്. ഈ അവസ്ഥയിലാണ് ഞാൻ വാർ കളിക്കാൻ പോകുന്നത്. എന്താവുമെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. നമ്മൾ നേരെ തന്നെ ഫസ്റ്റ് അറ്റാക്കിലോട്ട് പോകുന്നു ഗൈസ്. നമ്മുടെ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഹീറോസ് ഒന്ന് പോർഷൻ ഇട്ടേക്കാം. യെസ്, നമ്മുടെ ഫസ്റ്റ് അറ്റാക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് ബേസ് എന്താണ് നമുക്കൊന്ന് നോക്കട്ടെ. ബേസ് കിട്ടി, പക്ഷേ ഈ ബേസ് കുറച്ച് പാടുള്ള ബേസാണ് കേട്ടോ. സംഭവം എന്ന് പറഞ്ഞാൽ മോണോലിത്തും റേഞ്ച് ടവറും ഇവിടെയാണ് നിൽക്കണം. എനിക്ക് അവിടെ കൂടെ ചാർജ് ചെയ്യാനും പറ്റത്തില്ല. ഇവിടെ ആയിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ ഫോർ ഡ്രാഗൺ ഡ്യൂക്ക് ചാർജ്. ടോട്ടലി ടാസ്ക്കാണ്. എയർ സ്വൈപ്പറൊക്കെ അങ്ങോട്ടാണ്. ഓക്കെ, നമ്മൾ നേരെ തന്നെ നമ്മുടെ ഡ്യൂക്ക് ഡ്രാഗനെ നമ്മൾ ഇവിടെ ഇറക്കുന്നു ഗൈസ്. ഓക്കെ, ഡ്യൂക്ക് ഡ്രാഗൻ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇൻവി. ഓക്കെ, ഡ്യൂക്ക് ഡ്രാഗൻ വേറെ അങ്ങോട്ടൊക്കെയോ കയറി പോകുന്നുണ്ട്. നമുക്ക് ഡ്യൂക്ക് ഡ്രാഗൻ എന്തായാലും കോൺസെൻട്രേറ്റ് ഓൺ ഹിയർ, അത് മതി. അടുത്തൊരു ഇൻവി. ഓക്കെ, നമ്മുടെ സ്പിരിറ്റ് ഫോക്സ് ഇപ്പോൾ ചാവില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഡ്യൂക്ക് ഡ്രാഗൻ കിടന്ന് കറങ്ങി കളിച്ച് തുടങ്ങി. സ്പിരിറ്റ് ഫോക്സ് ചത്തെന്ന് തോന്നുന്നു. അയ്യോ ഡ്യൂക്ക് ഡ്രാഗൻ ചാവരുത്, കാല് പിടിക്കാം പ്ലീസ്. ഡ്യൂക്ക് ഡ്രാഗൻ എന്ത് കാണിക്കണ ഫസ്റ്റ് അറ്റാക്ക്. ദൈവമേ, എനിക്കൊരു ഐഡിയ ഇല്ല ഗൈസ്, ഒരു ഐഡിയ ഇല്ല. കിട്ടോ ഇല്ലയോ എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഓക്കെ, എന്തായാലും നമ്മുടെ ഡ്യൂക്ക് ഡ്രാഗൻ്റെ കാര്യങ്ങൾ ഡ്യൂക്ക് ഡ്രാഗൻ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചെയ്തോന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. നമുക്കൊന്ന് നോക്കാം. അതിന് മുമ്പ് നമുക്ക് ക്വീൻ്റെ എബിലിറ്റി കൊടുത്തു. ക്വീൻ നല്ല രീതിയിൽ ഒരു കിട്ടിലും ചാർജ് കിട്ടിയിട്ടുണ്ട്. ഫുൾ ഡ്രാഗൺസ് നമ്മൾ ഈ ഏരിയയിൽ ഇറക്കുന്നു. ഗ്രാൻഡ് വാർഡൻ്റെ കൂടെ മിനിയൻ പ്രിൻസ്. ക്വീൻ്റെ അപ്പുറത്ത് നമ്മുടെ പുതിയ സേജ് മിഷൻ ഫുൾ ഡ്രാഗൺ റൈഡേഴ്സ് നേരത്തെ പിടിച്ചിറക്കിയിട്ടുണ്ട്. ഒരു ഇലക്ട്രോ ഡ്രാഗനെ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, നമ്മളിനി കറക്റ്റായിട്ടൊന്ന് മോണിറ്റർ ചെയ്ത് അറ്റാക്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ കുറച്ച് പെട്ടുപോകും. ഇത് അത്യാവശ്യം കുറച്ച് ടാസ്ക് വാറാണ്. ഓക്കെ, നമ്മുടെ ട്രൂപ്സൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. ഒരു ടോട്ടസ് നടുക്കം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവന്മാരെ ഇത്രയൊന്ന് റൂട്ടപ്പ് ചെയ്യാം. ഇവിടെ ഒന്ന് ഫ്രീസ് ചെയ്യാം. ഗ്രാൻഡ് വാർഡൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എല്ലാം സെറ്റായിട്ട് തന്നെ പോകുന്നുണ്ട്. നല്ല സ്മൂത്തായിട്ട് തന്നെ പോകുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഡ്യൂക്ക് ഡ്രാഗൻ ഒന്ന് റിവൈവ് ചെയ്തിട്ടുണ്ട്. ഒരു ബേബി ഡ്രാഗൻ എടുത്ത് നമുക്ക് അപ്പുറത്തെ ടോപ്പ് സൈഡ് ഒന്ന് ക്ലിയർ ചെയ്യാം. ഒരു ടോട്ടസ് വെല്ല നടുക്കിട്ടു. ഓക്കെ, സ്റ്റിൽ വലിയ പ്രശ്നങ്ങളില്ല. മിനിയൻ പ്രിൻസ് നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. മിനിയൻ പ്രിൻസിൻ്റെ എബിലിറ്റി കൊടുത്തു. അവിടെ ഒരു ഫ്രീസിങ് എബിലിറ്റി വന്നിട്ടുണ്ട്. ഇവിടെ അറ്റാക്കിനൊന്നും പ്രശ്നമില്ല. മോണോലിത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. വലിയ സീനൊന്നും കാണുന്നില്ല. ഓക്കെ, 2 മിനിയൻസ് നമ്മൾ ഈ ഏരിയ ഇറക്കുന്നു. ഫുൾ ആർച്ചസ് ഇറക്കുന്നു. ഈ ഏരിയയിൽ ഒരു ഫ്രീസും കൂടെ ഇടുന്നു. ഗൈസ്, ഞാൻ എപ്പോഴും എനിക്ക് കോൺഫിഡൻസ് ഉള്ള ഒരു അറ്റാക്കിലാണ് ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ കുറച്ചിടുന്നു. യെസ്, ഫസ്റ്റ് അറ്റാക്ക് നല്ല ക്ലിയർ 3 സ്റ്റാർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ റിസ്ക് എടുക്കാൻ നോക്കല്ല. നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പ്രൊമോട്ട് ആവണം, അതാണ് എൻ്റെ മെയിൻ ലക്ഷ്യം. ഓക്കെ ഗൈസ്, നമ്മുടെ സെക്കൻഡ് അറ്റാക്ക് നമ്മൾ വീണ്ടും ട്രൈ ചെയ്യാൻ പോകുന്നു. സെക്കൻഡ് ബേസാണ്. അയ്യോ, ഇതെന്താ ഇരുട്ട് ഗൈസ്. ഇത് കുറച്ച് ഇരുട്ടാണ്, ടെക്നിക്കൽ പ്രോബ്ലം. നിങ്ങളൊന്നും വിചാരിക്കരുത്, എൻ്റെ വോയിസ് എന്തായാലും വരുന്നതായിരിക്കും. കറണ്ട് പോയല്ലോ, എന്തവസ്ഥയാണ്. ഫുള്ളും ഒരു നമുക്ക് ടോട്ടലി നെഗറ്റീവായിട്ടാണ് നമുക്ക് എല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഡ്യൂക്ക് ഡ്രാഗനെ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. ഡ്യൂക്ക് ഡ്രാഗൻ നല്ല രീതിയിൽ ചാർജ് ചെയ്യുന്നുണ്ട്. പ്രശ്നമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഇത്ര ഇൻവി ഇട്ടു. ഡ്യൂക്ക് ഡ്രാഗൻ അങ്ങോട്ട് ഡൈവേർട്ട് ചെയ്യാനാണ് ഞാൻ ഡ്യൂക്ക് ഡ്രാഗനെ ഇവിടെ ഇട്ട് ചാർജ് ചെയ്തത്. ഇനി നമ്മൾ ആ ഏരിയയിൽ ഇൻവി ഇട്ടു. ഓക്കെ, ഡ്യൂക്ക് ഡ്രാഗൻ. ഓക്കെ, കറണ്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ, പ്രകാശം പരക്കട്ടെ. എന്താടാ ഇത് കാണിക്കണത്? ഡ്യൂക്ക് ഡ്രാഗൻ എന്ത് അറ്റാക്കാണ് ഇത് ചെയ്യണം? എനിക്കൊന്നും മനസ്സിലാവില്ല. സീരിയസ്ലി ആർ യു സീരിയസ്? എന്താ കാണിക്കണേ? ഞാൻ എങ്ങോട്ടാണ് ഇറങ്ങി പോകണേ എൻ്റെ ഡ്യൂക്ക് ഡ്രാഗൻ?
എൻ്റെ പൊന്നു ഡ്യൂക്ക് ഡ്രാഗന് എന്താ ഉദ്ദേശിക്കണമെന്ന് എനിക്ക് ഒരു മനസ്സിലാവില്ല. ഫസ്റ്റ് ഓക്കെ, ക്വീൻ ഇവിടെ ഇറക്കി, ക്വീൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇങ്ങനത്തെ അറ്റാക്കേ അല്ല ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷേ നമുക്ക് നിവർത്തിയില്ലാത്ത രീതിയായതുകൊണ്ട് നമ്മളിങ്ങനെ അറ്റാക്ക് ചെയ്യുന്നു. മെയിൻ പ്രിൻസ്, ക്വീൻ്റെ അപ്പുറത്ത് ഒരു സേജ് മിഷൻ, ഫുൾ ഡ്രാഗൺ റൈഡേഴ്സ്. ഓക്കെ ഓക്കെ, സെറ്റാണ്. പ്രശ്നങ്ങളൊന്നും നിലവിലില്ല എന്ന് പറഞ്ഞ പ്രശ്നങ്ങളില്ലാതില്ല. ഈ ഏരിയ ഒന്ന് റൂട്ടപ്പ് ചെയ്യുന്നു. ഓക്കെ, എന്ത് കഷ്ടമാണെന്ന് നോക്കിക്കേ ഗൈസ്, എന്ത് കഷ്ടം. ഇതിനെയാണ് കഷ്ടം എന്ന് നമ്മൾ പറയുന്നത്. ഒരു ടോട്ടസ് വെല്ല് നമുക്ക് അവിടെ ഇടാം. ഒരു ടോട്ടസ് വെല്ല് ഇവിടെ മിക്കവാറും ഇടേണ്ടി വരും. ഒരു ടോട്ടസ് വെല്ല് നമ്മൾ ഇവിടെയും കൂടെ ഇട്ടിട്ടുണ്ട്. ഓക്കെ 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 ഓക്കെ, ഗ്രാൻഡ് വാർഡൻ്റെ എബിലിറ്റി നൈസ്. ഡ്യൂക്ക് ഡ്രാഗനെ റിവൈവ് ചെയ്തിട്ടുണ്ട്. നൈസ്, എല്ലാം പെർഫെക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. മിനിയൻ പ്രിൻസിൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഫ്രീസ്. നമുക്ക് ടോട്ടലി ഒരു നെഗറ്റീവായിട്ടാണ് അറ്റാക്കൊക്കെ പോകുന്നത്. ഈ ഏരിയ ഒന്ന് ഫ്രീസ് ചെയ്തിട്ടുണ്ട്. ടോട്ടലി നെഗറ്റീവ് രീതിയിലാണ് ഗൈസ് പോകുന്നത്. ക്യൂവിന് മാത്രമേ ഉള്ളൂ ഇത്. എനിക്കറിയത്തില്ല. ബേബി ഡ്രാഗൺ നമ്മളിവിടെ ഇറക്കുന്നു. ഡ്യൂക്ക് ഡ്രാഗനൊക്കെ ചാർജ് ചെയ്ത് വരെയാണ്. ഒരു രക്ഷയില്ലാത്ത ചാർജിങ് ആണ് ഡ്യൂക്ക് ഡ്രാഗൻ. 2 മിനിയൻസും ഇറക്കുന്നു, ഫുൾ ആർച്ചസും ഇറക്കുന്നു, 4x ഇടുന്നു. ഒരു ഐഡിയ ഇല്ല ഗൈസ്, ഇത് എന്താവുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. എനിക്ക് നല്ല ടെൻഷനുണ്ട്. പ്ലീസ് 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 പ്ലീസ്. എനിക്ക് എന്ത് പറയണമെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. അത്യാവശ്യം ഈ അറ്റാക്ക് ഞാൻ കുറച്ച് സ്ട്രെസ്സായി പോയിട്ടുണ്ട്. പക്ഷേ നമുക്ക് 3 സ്റ്റാർ കിട്ടി. അടുത്ത അറ്റാക്ക് ഇപ്പോൾ ഓക്കെ ഗൈസ്, നമ്മുടെ അടുത്ത അറ്റാക്ക് കൊടുത്തിട്ടുണ്ട്. ഏതാ ബേസ്? ടോട്ടലി നെഗറ്റീവായിട്ടുള്ളൊരു സാധനമാണ് എടുത്ത. ഈ ട്രൂപ്പ് ഇവിടെ വേണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ട്രൂപ്പ് പറ്റിയ ട്രൂപ്പല്ല. ബട്ട് സ്റ്റിൽ നമ്മൾ അറ്റാക്ക് ചെയ്താലേ പറ്റത്തുള്ളൂ. അങ്ങനത്തെ ഒരു ഡാർക്ക് അവസ്ഥയാണ്. ഇതിന് ഡാർക്ക് അവസ്ഥ എന്ന് പറയും. ഓക്കെ, ക്യൂവിന് ഇവിടെ ഇറക്കുന്നു. ക്യൂവിൻ്റെ എബിലിറ്റി കൊടുത്തു. നൈസായിട്ട് പോയിട്ടുണ്ട്. ഫുൾ ഡ്രാഗൺസ് നമ്മൾ ഈ ഏരിയയിൽ നിന്ന് മൊത്തത്തിൽ ഇറക്കുന്നു. ഗ്രാൻഡ് വാർഡൻ, മിനിയൻ പ്രിൻസ്, പുതിയ സേജ് മിഷൻ, ഫുൾ ഡ്രാഗൺ റൈഡേഴ്സ്, ഒരു ടോട്ടസ് വെല്ലിൽ നിന്ന് എടുക്കണം. ക്യൂവിനെ സപ്പോർട്ട് ചെയ്ത് ഫുൾ ലൂൺസ് ഇറക്കുന്നു. ഡ്യൂക്ക് ഡ്രാഗനെ നമ്മൾ ഈ സൈഡിൽ ഇറക്കുന്നു. ഓക്കെ, നമുക്കിനി നമ്മുടെ അറ്റാക്കൊക്കെ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കാം. ഈ ഏരിയ ഒന്ന് റൂട്ടപ്പ് ചെയ്യാണ്. ഓക്കെ, ഒരു ടോട്ടം, ഒരു പോയിസൺ. ഗ്രാൻഡ് വാർഡൻ്റെ എബിലിറ്റി കൊടുക്കണോ? വേണ്ട. ഒരു ടോട്ടം, ക്യൂവിനെ സപ്പോർട്ട് ചെയ്താണ് ഒരു ടോട്ടം ഇറക്കണം. ഇവിടെ ഒരു ടോട്ടം ഇറക്കുന്നു. ഡ്യൂക്ക് ഡ്രാഗനെ സപ്പോർട്ട് ചെയ്യാനാണ്. പക്ഷേ എന്താ ഡ്യൂക്ക് ഡ്രാഗൻ വാട്ട് ഹെക്ക് ബ്രോ? ഗ്രാൻഡ് വാർഡൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. ആ ഏരിയയിൽ ഒന്ന് റീച്ച് ചെയ്യുകയാണ് ഗൈസ്. ഓക്കെ, ഡ്യൂക്ക് ഡ്രാഗൻ ഇവിടെ ചാവില്ല എന്ന് പറഞ്ഞ് ഇവിടെ ജീവൻ മരണ പോരാട്ടമാണ് ഇവിടെ നടക്കണം ഗൈസ്. ഓക്കെ, ബേബി ഡ്രാഗൻ നമ്മൾ ടോപ്പ് സൈഡിൽ ഇറക്കുന്നു. നടുക്കൊരു ടോട്ടസിൽ ഇടുന്നു. ഡ്യൂക്ക് ഡ്രാഗൻ നല്ല രീതിയിൽ തന്നെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. മിനിയം പ്രിൻസ് എബിലിറ്റി നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ബേബി ഡ്രാഗൻ നമുക്ക് ഈ ഏരിയ ഇറക്കാം. ഓക്കെ, അടുത്തൊരു ബേബി ഡ്രാഗനും കൂടെ ഇറങ്ങിയില്ല. അടുത്ത ബേബി ഡ്രാഗൻ ഇറക്കി. ഒരു ആർച്ചർ ടോപ്പ് സൈഡിൽ ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, സെറ്റാണ്, വലിയ സീനൊന്നുമില്ല. ഡ്യൂക്ക് ഡ്രാഗൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. നമുക്ക് 2 റിവൈവ് സ്പെല്ലുണ്ട്. നമ്മൾ റിവൈവ് ആരെങ്കിലും ചെയ്യണോ? വേണ്ട, നമുക്കൊന്ന് നോക്കിക്കൊണ്ടിരിക്കാം. നമുക്ക് അത്യാവശ്യം നമ്മുടെ അറ്റാക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. 1 minute 40 seconds ഒക്കെ നമുക്ക് ഇനിയും റിമൈനിങ് ആണ്. അതിന് മുമ്പ് തന്നെ നമ്മൾ ഈ ബേസ് അടിച്ച് തകർത്തിട്ടുണ്ട്. കോൺഫിഡൻസ് കിട്ടി തുടങ്ങി. ഓക്കെ, നൈസ്. തീർന്നില്ല അറ്റാക്ക്. എന്താടാ ഇത്? 4x ഇടാനും പറ്റത്തില്ല. ഓക്കെ, കുഴപ്പമില്ല. എന്നാലും നമുക്ക് നല്ലൊരു ഹാപ്പിനെസ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ അടുത്ത അറ്റാക്ക് നമുക്ക് സക്സസ് ആയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ അടുത്ത അറ്റാക്ക് കൊടുത്തിട്ടുണ്ട്. സെയിം സ്ട്രാറ്റജി ബട്ട് ഡിഫറെൻറ്റ് ബേസ്. എന്താ ഈ ബേസിൻ്റെ ഇടയിലൊക്കെ എന്തൊക്കെയോ വെച്ചിട്ടുണ്ട്. എന്താ ഉദ്ദേശിക്കണമെന്ന് എനിക്കൊന്ന് നല്ല രീതിയിൽ ട്രാപ്പാക്കിയിട്ടുണ്ട് കേട്ടോ. വിച്ച് ഈസ് വെരി ബാഡ്. ഓക്കെ, അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് വേറെ രീതിയിൽ നമുക്ക് ഇറക്കാമെന്നാണ്. പക്ഷേ അത് കുറച്ച് ബാഡായി പോകും. സോ നമുക്ക് ഡ്യൂക്ക് ഡ്രാഗനെ നമുക്ക് ഈ ഏരിയ തന്നെ ചാർജ് ചെയ്താലേ പറ്റത്തുള്ളൂ. ഡ്യൂക്ക് ഡ്രാഗനെ നമ്മൾ ചാർജ് ചെയ്യാൻ വേണ്ടി ഇറക്കിയിട്ടുണ്ട്. ടോട്ടലി ഒരു ഡിഫറെൻറ്റ് സൈറ്റിലാണ് നമ്മൾ ഇറക്കിയത്. ആ ഏരിയയിൽ വലിയ മെയിൻ ബിൽഡിങ്സ് ഒന്നും ഇല്ല. സോ വേസ്റ്റ് ആവോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നമ്മൾ ഡ്യൂക്ക് ഡ്രാഗനെ ഇൻവി ഇട്ട് കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഒരു ഇൻവി ഇട്ടു. ഓക്കെ, ഡ്യൂക്ക് ഡ്രാഗൻ ഒന്ന് ഷിഫ്റ്റ് ചെയ്യണം എന്നെനിക്കുണ്ട്. ബട്ട് പോണ വരെ പോട്ടെ എന്ന് വിചാരിച്ച് തന്നെ നമ്മൾ ഇൻവി ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, ഡ്യൂക്ക് ഡ്രാഗൻ നല്ല രീതിയിൽ ചാർജ് ചെയ്യുന്നുണ്ട്. ആ ബിൽഡിംഗ് സെറ്റ്. ഓക്കെ, എയർ ഡിഫെൻസ്, അതും ഈസി പീസി. അടുത്തൊരു ഇൻവി. പുറത്തോട്ട് എയർ സ്വൈപ്പർ അടിച്ച് വിടുകയാണ് കേട്ടോ. ബാഡാണ് സംഭവം ബേസിക്കലി. നോക്കട്ടെ.
മതി 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 പുറത്തോട്ട്. അകത്തോട്ട്. ഓക്കെ ഓക്കെ. അകത്തെങ്കിൽ അകത്ത്, പുറത്തെങ്കിൽ പുറത്ത്. എങ്ങോട്ടെങ്കിലും കയറാം. ചാവരുത് 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 ചാവരുത്. പ്ലീസ് എടാ മൂനുസേ. എടാ ആ ഒറ്റ ഒരു ഇതിനെയും കൂടെ അറ്റാക്ക് ചെയ്തൂടെ? നിനക്ക് എന്തിൻ്റെ കടിയാണെന്ന് എന്ത് പറയണമെന്ന് അറിയൂടാ. ഓക്കെ, എന്താടാ ഇവിടെ നടക്കണേ? ക്യൂൻ്റെ എബിലിറ്റി ഫുൾ ഡ്രാഗൺസ് ഈ ഏരിയയിൽ. ഗ്രാൻഡ് വാർഡൻ, മിനിയൻ പ്രിൻസ്, പുതിയ സേജ് മിഷൻസ്, ഫുൾ ഡ്രാഗൺ റൈഡേഴ്സ് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. ഒരു ഇലക്ട്രോ ഡ്രാഗൺ നമ്മൾ ഈ ഏരിയയിൽ തന്നെ ഇറക്കണം, അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. നടുക്കൊരു ടോട്ടം സ്വല്ലം നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഓക്കെ, മിനിയൻ പ്രിൻസ് ഇപ്പോൾ ചാവില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ടോട്ടലി വൾണറബിൾ ആണ്. ഒരു ടോട്ടസ് പോലെ വീണ്ടും നടുക്കിടുന്നു. മിനിയൻ പ്രിൻസിൻ്റെ എബിലിറ്റി ഇടേണ്ട സമയമായിട്ടുണ്ട്. അറിയാതെ ഇട്ടാലേ പറ്റത്തുള്ളൂ. അങ്ങനത്തെ ഒരു അവസ്ഥ വന്നുകൊണ്ടാണ് ഇട്ടത്. ഇത് ഇത്രയൊന്ന് റൂട്ടപ്പ് ചെയ്യാണ്. ഓക്കെ ഓക്കെ. കൈ ഒതുങ്ങുന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ അറ്റാക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഡ്യൂക്ക് ഡ്രാഗൺ എബിലിറ്റി നമ്മൾ കൊടുത്തു വിട്ടിട്ടുണ്ട്. ഗ്രാൻഡ് വാർഡൻ്റെ എബിലിറ്റി, യെസ്, ഗ്രാൻഡ് വാർഡൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. പക്ഷേ എബിലിറ്റി കൊടുക്കേണ്ട സമയം കറക്റ്റായോ എന്ന് ചോദിച്ചാൽ അതൊരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. നമ്മുടെ കുറച്ച് ബാഡാണ് കേട്ടോ. അത്യാവശ്യം ബാഡാണ് ഇത്. ബേബി ഡ്രാഗൻ ഇറങ്ങടാ. അത്യാവശ്യം കുറച്ച് ബാഡാണ് ഗൈസ്. ബാഡ് തന്നെ ആവോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ഒരു 4x ഇടണോ 5x ഇടണോ എനിക്കൊന്നും അറിയണം. 4x ഇടാം. അത്യാവശ്യം കുറച്ച് ബാഡാണ്. ഫ്രീസ്. അറ്റാക്ക് ഇടാം. അറ്റാക്ക്. സ്പീഡ്. പോയി ഗൈസ്, 99% പോയി. ഓക്കെ ഗൈസ്, നമ്മുടെ അടുത്ത അറ്റാക്ക് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സങ്കടത്തിൽ നിന്നാണ് നമ്മൾ ഈ അറ്റാക്ക് ചെയ്യാൻ പോണേ. നേരത്തെ എനിക്കൊരു 99 കിട്ടിയത് ബാഡ്. ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് എന്തായാലും ഈ അറ്റാക്ക് പിടിക്കാൻ നോക്കാം. ഡ്യൂക്ക് ഡ്രാഗൺ നമ്മൾ ഇവിടെയാണ് ചാർജ് ചെയ്യണേ. ഓക്കെ, സെറ്റ്. ഓക്കെ, മാക്സിമം സ്റ്റാർസ് എടുക്കാൻ നോക്കാം ഗൈസ്. ഇനി വേറെ ഓപ്ഷൻ ഇല്ല നമുക്ക്, അതുകൊണ്ട് മാക്സിമം സ്റ്റാർ എടുക്കാൻ നോക്കാം. ബാഡ്. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല. നമ്മുടെ ഡ്യൂക്ക് ഡ്രാഗൺ നല്ല രീതിയിൽ ഇവിടെ ചാർജ് ചെയ്യുന്നുണ്ട്. ഒരു ഇൻവീട്ട് കൊടുത്തു. ഓക്കെ സെറ്റ്. കറക്റ്റായിട്ട് തന്നെ ഇൻറ്റേർണൽ അകത്ത് തന്നെ കയറിയിട്ടുണ്ട്. സോ അതൊരു പോസിറ്റീവ് സാധനം തന്നെയാണ്. അടുത്തൊരു ഇൻവീട്ട് അകത്തോട്ട് കയറുന്നു. ഡ്യൂക്ക് ഡ്രാഗൺ കൊള്ളാം. ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ നമ്മുടെ ഡ്യൂക്ക് ഡ്രാഗൺ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. വേണമെന്ന് പറഞ്ഞാൽ നല്ല ബിൽഡിങ്സ് ഒക്കെയാണ്. അടുത്തൊരു ഇൻവീം കൂടെ ഇട്ട് കൊടുത്തു. ഓക്കെ, എന്തായാലും നമ്മുടെ ഡ്യൂക്ക് ഡ്രാഗൺ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ക്വീൻ ഇവിടെ ഇറക്കുന്നു. ക്വീൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നും ഉണ്ടായിട്ടില്ല. എന്നാലും നമ്മൾ ബാക്കി ഫുൾ ഡ്രാഗൺസ് ഇറക്കുന്നു. ഗ്രാൻഡ് വാർഡൻ, മിനിയൻ പ്രിൻസ്, പുതിയ സേജ് മിഷൻ നമ്മൾ ഈ ഏരിയയിൽ ഇറക്കുന്നു. ഫുൾ ഡ്രാഗൺ റൈഡേഴ്സ് നമ്മൾ നിരത്തി പിടിച്ചിറക്കുകയാണ്. ഓക്കെ, നമ്മൾ ഇനി മര്യാദയ്ക്കൊന്ന് അറ്റാക്ക് ഒന്ന് നോക്കണം, അല്ലെങ്കിൽ നമ്മുടെ കൈ വിട്ട് പോകും. പ്രശ്നമില്ലാത്ത രീതിയിൽ തന്നെ പോകുന്നുണ്ട്. ഇത് ഇത്രയൊന്ന് റൂട്ടപ്പ് ചെയ്യാം. ഓക്കെ, നിലവിൽ സീനില്ല. ഗ്രാൻഡ് വാർഡൻ്റെ എബിലിറ്റി നമ്മളിപ്പോൾ എന്തായാലും ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. ഡ്യൂക്ക് ഡ്രാഗനെ നമുക്ക് റിവൈവ് ചെയ്യണോ എന്ന് ചോദിച്ചാൽ യെസ്, നമ്മൾ റിവൈവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. വീണ്ടും റിവൈവ് ചെയ്തിട്ടുണ്ട്. നടുക്കൊരു ടോട്ടം സ്പെൽ ഇടുകയാണ്. ഒരു ബേബി ഡ്രാഗൺ നമുക്ക് ടോപ്പ് സൈഡിൽ ഇറക്കാം. ബാക്കി ഫുൾ മിനിയൻസ് നമ്മൾ ഈ ഏരിയയിൽ ഇറക്കുന്നു. 4 ആർച്ചസ് ഇറക്കുന്നു. ഒരു ടോട്ടം സ്പെൽ ഡ്യൂക്ക് ഡ്രാഗൻ്റെ അവിടെ ഇറക്കുന്നു. ഈ ഏരിയയിൽ ഒരു ഫ്രീസ് കൊടുക്കുന്നു. ഇതെന്തായാലും നല്ല 3 സ്റ്റാർ തന്നെയാണ് ഗൈസ്. മിനിയൻ പ്രിൻസിൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്തായാലും പ്രശ്നമൊന്നുമില്ല. ഈ ബേസ് എന്തായാലും നമ്മൾ ഈസി ആയിട്ടുള്ള ഒരു 3 സ്റ്റാർ തന്നെയാണ്. പക്ഷേ എനിക്ക് നല്ല സങ്കടം ഉണ്ടടാ. എനിക്ക് ആ സങ്കടം എനിക്ക് പോണില്ല. അമ്മാതിരി സങ്കടമുണ്ട് സീരിയസ്ലി ഗൈസ്. ജയിക്കേണ്ട പറഞ്ഞ് ഞാൻ കാരണം പൊട്ടാൻ പോവുകയാണ്. പക്ഷേ നമ്മൾ കോൺഫിഡൻസ് കളയാൻ പാടില്ല. ബാക്കി അറ്റാക്ക് എങ്കിലും പിടിക്കണം. ഓക്കെ, കമോൺ. ഓക്കെ ഗൈസ്, നമ്മുടെ അടുത്ത അറ്റാക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത ബേസ് ഇതാണ്. ഈ ബേസൊക്കെ ഭയങ്കര സിമ്പിളാണ്. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ബേസാണ്. സോ നമ്മൾ ഡ്യൂക്ക് ഡ്രാഗനെ ടോപ്പ് സൈഡിൽ തന്നെ ചാർജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സിമ്പിൾ. നമ്മൾ ഇൻവീട്ട് അകത്തോട്ട് കയറ്റുകയാണ് ഡ്യൂക്ക് ഡ്രാഗൻ. സിമ്പിൾ. അടുത്തൊരു ഇൻവീട്ട്. നമ്മുടെ ഡ്യൂക്ക് ഡ്രാഗന് ഫുൾ ഈ സ്കെൽറ്റൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. സ്കെൽറ്റൻസ് എവിടെയുണ്ടോ അവിടെ ചാടി കയറി ഓടും. അടുത്ത ഇൻവീട്ട് നമുക്ക് ഇപ്പോൾ കറക്റ്റായിട്ട് ഇൻവീട്ട് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ഡ്യൂക്ക് ഡ്രാഗൻ അങ്ങ് ചാടി എങ്ങോട്ടെങ്കിലും പോകും. ബിക്കോസ് അപ്പുറത്തും ഇപ്പുറത്തും നമ്മുടെ എയർ സ്വൈപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എങ്ങോട്ടാ പോണേ?
എടാ എങ്ങോട്ടാ പോണം? പൊട്ടനാണോ നീ? ഡ്യൂക്ക് ഡ്രാഗനെ എന്ത് കഷ്ടം. ഇതോടെ എൻ്റെ രണ്ടാമത്തെ അറ്റാക്കാണ് പോണേന്ന് തോന്നുന്നു. ക്വീൻ ഇറക്കി, ക്വീൻ്റെ എബിലിറ്റി കൊടുത്തു. ഒരു ഗുണം ഉണ്ടായില്ല ക്വീൻ്റെ എബിലിറ്റിയിൽ. ഫുൾ ഡ്രാഗൺസ് നമ്മൾ ഈ ഏരിയ ഇറക്കുന്നു. ഗ്രാൻഡ് വഡൻ, ഇന്ത്യൻ പ്രിൻസ്, പുതിയ സേജ് മിഷൻ, ഫുൾ ഡ്രാഗൺ റൈഡേഴ്സ് ഇറക്കിയിട്ടുണ്ട്. ഒരു ഐഡിയ ഇല്ലടാ. ഗ്രാൻഡ് വഡൻ്റെ എബിലിറ്റി അകത്തോട്ട് വാ. ഇമാർ ഇത്ര ഒന്ന് ടോട്ടം സ്പെല്ലിടാം. ടോട്ടം അല്ല, റൂട്ടപ്പാണ് നമ്മൾ ചെയ്യണത്. ഓക്കെ, ഇവിടെ ഇട്ടൊരു ടോട്ടം സ്പെല്ലിടണ്ടായിരുന്നു, ബട്ട് ഇട്ട് പോയി. ഈ വാറും കൂടെ തോറ്റ ഞാൻ സത്യമായിട്ട് ഇറങ്ങി ഓടും. ഈ അറ്റാക്ക് എൻ്റെ കയ്യിൽ നിന്ന് പോകണോ പോലെ എനിക്ക് തോന്നുന്നുണ്ട് ഗൈസ്. അത് എൻ്റെ തോന്നൽ മാത്രമാണോ എന്ന് എനിക്കറിഞ്ഞൂടാ, ഒരു ഐഡിയ ഇല്ല. നമ്മൾ ഈ ഏരിയയിൽ ഒന്ന് ടോട്ടം സ്പെല്ലിടാണ്. ഫ്രീസ് ചെയ്യണോ? ഡ്യൂക്ക് ഡ്രാഗൺ നമ്മൾ റിവൈവ് ചെയ്തിട്ടുണ്ട്. ഒരു ബേബി ഡ്രാഗൺ നമ്മൾ ഈ ഏരിയയിൽ ഇറക്കാം. ഓക്കെ സ്റ്റിൽ മാനേജബിൾ ആണ്. നമ്മൾ 2 ഫ്രീസ് കയ്യിലുണ്ട്. ആ ഫ്രീസ് എന്തായാലും ഞാൻ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഡ്യൂക്ക് ഡ്രാഗൺ ഇട്ട് ഉപയോഗിക്കാം. ഫ്രീസ്. എൻ്റെ പൊന്നു ദൈവമേ, ഇതെന്തൊക്കെയാണ് കാണിക്കണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ലല്ലോ. ഒന്ന് ഫോറക്സ് ഇടാൻ എനിക്ക് ടെൻഷൻ അടിക്കാനൊന്നും വയ്യ ഗൈസ്. പ്ലീസ് ഫ്രീസ് അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, മോണോലിത്ത് കിട്ടി. എന്തോ ഒരു ലക്കിൽ നമുക്ക് കിട്ടി. ഫ്രഷ് ബേസാണ്. എൻ്റെ കോൺഫിഡൻസ് പോയി ഗൈസ്, ഓക്കെ ഗൈസ്, നമ്മുടെ അടുത്ത അറ്റാക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഹീറോ പോഷൻ മാത്രമേ ഉള്ളൂ. നമുക്ക് ഡ്രാഗനൊക്കെ ലെവൽ ടൗൺ ഹോൾ 17 ഡ്രാഗൻസ് ആണ്. കുഴപ്പമില്ല, നമുക്ക് എന്തായാലും അറ്റാക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇത് ഒരുമാതിരി എന്തെന്ന് പറയാൻ, ഇതെന്താ ഇങ്ങനെയൊക്കെ വെച്ചേക്കണ പീസ്, ഇങ്ങോട്ട് സ്പ്രെഡ് ചെയ്തും വളഞ്ഞും തിരിഞ്ഞുമൊക്കെ. ഓക്കെ, എന്നാലും പറഞ്ഞിട്ട് കാര്യമില്ല. ഡ്യൂക്ക് ഡ്രാഗൺ നമുക്ക് ഈ ഏരിയ ഇറക്കാം. ഓക്കെ, ഡ്യൂക്ക് ഡ്രാഗൺ ചാർജ് ഇൻവി. യെസ്, ഓക്കെ സീനില്ല. അടുത്തൊരു ഇൻവി ഇട്ടു. ഓക്കെ, നമ്മുടെ കൈ തന്നെയാണ് നിൽക്കണം, വലിയ സീനൊന്നും കാണുന്നില്ല. ഓക്കെ ഇനി നമ്മൾ ഇൻവി ഇടണില്ല. യെസ്, ഇനി ഞാനൊരു ഇൻവി ഇട്ടു. പക്ഷേ എന്നിട്ടും കാര്യമില്ല, ഞാൻ ഉദ്ദേശിച്ച ഡയറക്ഷൻ കൂടെ പോയില്ല. അതാണ് വേറൊരു സംഭവം. ഓക്കെ, അടുത്ത ഇൻവി ഇട്ടു. ഓക്കെ, സെറ്റായിട്ട് പോകുന്നുണ്ട്. സീനൊന്നുമില്ല. ഓക്കെ, നൈസ്. അടുത്തൊരു ഇൻവി. ഗുഡ്. ഓക്കെ, നമുക്ക് ഇനി കുറച്ച് ഇൻവി ഇടാതെ നമുക്ക് വെച്ചേക്കാം. നമ്മുടെ ഡ്യൂക്ക് ഡ്രാഗൺ അത്യാവശ്യം ഈ ഏരിയയിൽ വലിയ പ്രശ്നങ്ങളായിട്ടുള്ള ഒന്നും തന്നെയില്ല. അപ്പോൾ ഡ്യൂക്ക് ഡ്രാഗന് വേണ്ടി നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ അറ്റാക്ക് വേറെ ഡയറക്ഷനിൽ ഇറക്കണം. നമ്മുടെ കൈ ഒതുങ്ങുന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ ഡ്യൂക്ക് ഡ്രാഗൺ ചാർജ് ചെയ്യുന്നത്. പക്ഷേ സമയം കുറച്ച് നല്ല രീതിയിൽ പോകുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. സോ നമുക്ക് എന്തെങ്കിലും ഒരു പണി ഒപ്പിച്ചാലേ പറ്റത്തുള്ളൂ. ഇൻവി. പുറത്തോട്ടാണോടാ പോണേ? പൊട്ടനാണോ നീ? ഓക്കെ, അടുത്ത ഇൻവി ഇട്ടു. ഡ്യൂക്ക് ഡ്രാഗൻ്റെ കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ട്. നമ്മൾ ഈ ഏരിയയിൽ വിൻഡബിലിറ്റി നൈസ്, പെർഫെക്റ്റ് ആണ്. ഫുൾ ഡ്രാഗൺസ് നമ്മൾ ഈ ഏരിയയിൽ ഇറക്കുകയാണ്. ഗ്രാൻഡ് വാർഡൻ, ഫുൾ ഡ്രാഗൺ റൈഡേഴ്സ് നിരത്തി പിടിച്ചിറക്കുകയാണ്. പുതിയ സേജ് മിഷൻ, പോയിസണും ഇല്ല, ഒന്നുമില്ല. ഓക്കെ, നമുക്ക് വിരിച്ചിട്ടില്ലടാ, എന്തറിയാണല്ലോ ഡ്രാഗൺ. ഓക്കെ, ഒരു ടോട്ടസ്വല്ല നമുക്കൊന്നും നടക്കിടാം. ഗ്രാൻഡ് വാർഡൻ്റെ എബിലിറ്റി കൊടുക്കാം. മിനിയൻ പ്രിൻസിനെ നമ്മൾ ഈ ഏരിയയിൽ ഒട്ടൊന്ന് ഇറക്കുകയാണ്. ഓക്കെ ഫ്രീസ്. നൈസ്, നല്ല രീതിയിൽ തന്നെ ഫ്രീസ് ആയിട്ടുണ്ട്. സോ വലിയ സീനൊന്നുമില്ല. ഒരു ബേബി ഡ്രാഗൺ നമ്മൾ ടോപ്പ് സൈഡിൽ ഇറക്കുന്നു. നടുക്കൊരു ടോട്ടസ്വല്ല ഇടണം. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയണ്ട. ഇത് ഇത്രയൊന്ന് റൂട്ടപ്പ് ചെയ്യാം. ഡ്യൂക്ക് ഡ്രാഗനെ റിവൈവ് ചെയ്യുന്നു. ഓക്കെ, നടുക്കൊരു ടോട്ടസ്വെല്ല്, വീണ്ടും നമ്മൾ നടുക്കൊരു ടോട്ടസ്വെല്ല് ഇടുകയാണ്. ഒരു ആർച്ചറുണ്ട്. ആ ആർച്ചർ നമ്മൾ വെറുതെ ഒന്ന് റാൻഡമായിട്ടൊന്ന് ഡ്രോപ്പ് ചെയ്യുന്നു. കൈ കിട്ടോ? ഫ്രീസ്. മിനിമം പ്രിൻസിബിലിറ്റി 4x. എടാ സമയം പോണ്. അവസാനമൊക്കെ ആയപ്പോൾ എനിക്ക് റഷ് ബേസിനെ പോലും അടിക്കാനുള്ള കോൺഫിഡൻസ് പോയി. നമ്മൾ ജസ്റ്റ് മിസ്സിലൊക്കെയാണ് ജയിച്ച് പോയത്. എൻ്റെ 7 അറ്റാക്ക് തീർന്നു. അല്ല, എൻ്റെ ഫസ്റ്റ് എന്ത് കഷ്ടമാണടാ ഗൈസ്. 99 എടുത്ത് നമുക്ക് ഈസി 3 സ്റ്റാർ. ഞാൻ ഇന്ന് ഗസ്റ്റ് ചെയ്തതാണ്, നമ്മൾ ഡ്രോ ആയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ക്ലാൻ വാർ ലീഗിൽ ഡ്രോ ആയ എങ്ങനെയായിരിക്കും സംഭവം എന്നൊക്കെ എനിക്ക് നോക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ലക്കില്ലടാ, ഭയങ്കര ലക്കില്ല. ഞാൻ ഇന്ന് ആരെയാണോ കണ്ടോന്ന് പറഞ്ഞോടാ. സെക്കൻഡ് അറ്റാക്ക് കൊണ്ട് തുടങ്ങിയപ്പോൾ കറണ്ട് പോയി, മൊത്തത്തിൽ പ്രശ്നം ഗൈസ്. 99 മര്യാദയ്ക്ക് തോറ്റാലും കുഴപ്പമില്ല. ഈ 99 കിട്ടി തോക്കുമ്പോഴുണ്ടല്ലോ, അത് ഈ ക്ലാൻ വാർ ലീഗിൽ
നമ്മൾ കാരണം പൊട്ടുമ്പോൾ അത് അതൊരു വേറെ ലെവൽ ഒരു ബാഡാണ്. ഓക്കെ, കുഴപ്പമില്ല. എന്നാൽ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് എല്ലാം ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതും പറയുക. എൻ്റെ ജീവിതത്തിലെ വേഴ്സ്റ്റ് ഒരു ക്ലാൻ വാറിൽ ഡേ ആയിപ്പോയി. ഞാൻ കാരണം വാറ് പൊട്ടാൻ പോവുകയാണ്. ശരി ഗൈസ്, നാളെ റിസൾട്ട് കാണാം. ബൈ.